ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ ഒരു വാഴത്തോട്ടമുണ്ട്. ഇവിടെ വാഴക്കുലകളല്ല, മറിച്ച് തളിരണിഞ്ഞ വാഴയിലകളാണ് പ്രധാന വിള. 63കാരനായ ചാക്കോ കൂപ്ലിക്കാട്ടാണ് വ്യത്യസ്തമായ ഈ കൃഷിരീതിയിലൂടെ വിജയം കൈവരിച്ചത്. പ്ലാസ്റ്റിക് ഇലകൾക്ക് ബദലായി വാഴയിലകൾ വിപണിയിലെത്തിച്ച് ശ്രദ്ധേയനാവുകയാണ് ഇദ്ദേഹം. നമസ്കാരം, ഞാൻ ചാക്കോ കൂപ്ലിക്കാട്ട്. ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പഞ്ചായത്തിൽ കായ്പുറം എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. ഞാൻ വർഷങ്ങളായിട്ട് വാഴ വെച്ച് വാഴയില വിറ്റ് സമ്പാദിക്കുന്ന ഒരു ചെറിയൊരു കർഷകനാണ്. എൻ്റെ വാഴത്തോട്ടമാണിത്. ഇത് ഞാലിപ്പൂൻ എന്ന് പറഞ്ഞ വാഴയിലയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല വാഴയിലയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതിന് കട്ടി കുറവുണ്ട്, നല്ല പച്ച കളറുണ്ട്, നല്ല ഷേപ്പുണ്ട്, പൊട്ടത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല വാഴയിലയ്ക്ക് പറ്റിയത് ഞാലിപ്പൂൻ വാഴ ഇലയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഈ കൃഷിയിലേക്ക് വന്നത്. ഇതിനിപ്പോൾ നിലവിൽ ഒരു വാഴയില ഒരു ദിവസത്തിലേക്ക് 5 രൂപ വിലയുണ്ട്. നമ്മുടെ കാരണന്മാരൊക്കെ ഒരു കുഴിയിൽ ഒരു വാഴയാണ് വെക്കാറുള്ളത്. പക്ഷെ ഞാൻ വാഴയില വെട്ടുന്ന ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് നമ്മൾ ഒരു കുഴിയിൽ ഇത് കണ്ടോ 2ഉം 3ഉം വാഴ വിത്താണ് ഒരു കുഴിയിൽ വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം വാഴയില വെട്ടുക എന്നുള്ളതാണ്. വിത്ത് നല്ല ഇനം വിത്ത് സംഘടിപ്പിച്ചിട്ട് അത് വിത്ത് വെച്ച് കഴിഞ്ഞാൽ 65 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ 65 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇല വെട്ടിയെടുക്കാം. നന്നായിട്ട് വളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇല വെട്ടിയെടുക്കാം. ഒരു വാഴയെന്ന് ഒരേ ഇല വെട്ടിയാൽ പിന്നെ 5 ദിവസം അടുത്ത 6ാമത്തെ ദിവസം അടുത്ത ഇല കിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം നമുക്ക് 4ഓ 5ഓ ഇല ഒരു വാഴയിൽ നിന്ന് കിട്ടും. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 8 മാസം വെട്ടാം. 8 മാസം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാഴ കൊലയ്ക്കും, പിന്നെ ഇല കിട്ടത്തില്ല. പക്ഷേ എന്നാലും നമ്മുടെ പ്രൊഡക്ഷൻ, നമ്മുടെ വരുമാനം നിൽക്കുന്നില്ല. കാരണം അതിൻ്റെ ചോട്ടിൽ നിന്ന് വിത്ത് മുട്ടി മുളച്ച് വരും. അതിൽ നിന്ന് നമുക്ക് ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ ഇല വെട്ടി തുടങ്ങാം. എൻ്റെ കൃഷി രീതി എന്ന് വെച്ചാൽ പറമ്പ് ഒരുക്കിയെടുത്ത് കഴിഞ്ഞ് കുമ്മായം എല്ലാ കുഴിയിലും കുഴി വെട്ടിയിട്ട് കുമ്മായം ഇടുക. ഒരാഴ്ച കഴിഞ്ഞ് നല്ല വിത്ത് കണ്ടുപിടിച്ചിട്ട് ആ വിത്ത് കുഴിയിൽ ചാണകത്തോടൊപ്പം പൊടി പച്ചച്ചാണകനുമായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് മുള വരും. മുള വന്നു കഴിയുമ്പോൾ നന്നായിട്ട് കാര്യമായ രീതിയിലുള്ള ഞാൻ ജൈവവളത്തിൻ്റെ ആളാണ്. ജൈവവളം മാത്രമേ ഇടുകയുള്ളൂ. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാരം, ചാണകം ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മറ്റു വിളകൾക്കെല്ലാം ഭയങ്കര വിലയാണ്. ഞാൻ രാസവളം ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ നന്നായിട്ടൊരു വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 65 ദിവസം കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്ഷനാണ്. നമുക്ക് ഇല വെട്ടിയെടുക്കാം. പിന്നെ ഒരു 6 മാസം ഒരു 5 മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത വളം ഇടുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല സഹായം ഉണ്ടാവണം. കാരണം ഇത് വിറ്റഴിച്ച് വില കിട്ടാനുള്ള ഒരു വിപണി സർക്കാർ തന്നെ കണ്ടെത്തി കൊടുക്കുകയും വേണം. അവന് ആവശ്യമായ വിത്തും വളവും കർഷകന് 1 രൂപ പോലും ഫ്രീ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സബ്സിഡി കൊടുക്കണം എന്നുള്ളത്. കർഷകന് കൊടുക്കേണ്ടത് ആവശ്യമായ വിത്തും വളവും കൃഷി ഉപകരണങ്ങളും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പറയാനുള്ളത്, ഏറ്റവും ആവശ്യമായിട്ട് പറയേണ്ടത് തൊഴിലുറപ്പ് പെണ്ണുങ്ങളുടെ പദ്ധതിയിൽ ഒരു കർഷകന് തൊഴിലുറപ്പ് പെണ്ണുങ്ങളുടെ പണി കിട്ടണം. കാരണം ഇത് കണ്ടില്ലോ, ഈ തോട്ടത്തിൽ കണ്ടോ, ഇത് കണ്ടോ, കാടും പുല്ലുമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ. ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു അവസരം അവരെ കൊണ്ട് ചെയ്താൽ കർഷകൻ ഇവിടെ പൊന്നു വിളയിച്ചോളൂ. കർഷകനറിയാം എന്ത് കൃഷി ചെയ്യണമെന്നും എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് അവനറിയാം. പക്ഷേ അതിന് വേണ്ട സഹായം സർക്കാർ ചെയ്യണം. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, കൃഷിയിലേക്ക് എല്ലാവരും വരിക. കാരണം ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചാൽ ഇത് സ്ഥിര വരുമാനമാക്കി എടുക്കാൻ പറ്റും. ഏകദേശം 1 ഏക്കർ സ്ഥലം ഒരുക്കിയെടുത്ത് അതിൽ 1000 കുഴി വെട്ടുക. 2 അടി വ്യാസമുള്ള കുഴി. ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്കുള്ള അകലം എന്നുള്ളത് 5 അടി. അങ്ങനെയാണെങ്കിൽ 1000 കുഴി വെട്ടാം. 1000 കുഴി വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2000 വാഴയോ 3000 വാഴയോ വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു 200 ഇല ഒരു സൈഡിൽ നിന്ന് 200 ഇല വെട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്ത സൈഡിൽ നിന്ന് വെട്ടുക. അങ്ങനെ 6ാമത്തെ ദിവസം ആദ്യം വെട്ടിയെടുത്ത് വരും. അങ്ങനെ നമുക്ക് സ്ഥിര വരുമാനം 200 ഇല, ഒരു ഇലയ്ക്ക് 5 രൂപ വെച്ച് 200 ഇലയ്ക്ക് 1000 രൂപ ഡെയിലി രാവിലെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഒരു തൊഴിലായി സ്ഥിര വരുമാനമായി.